നമുക്കറിയാം പ്രശാന്ത് സാർ, റഷ്യയുടെ S-42-ഉം S-400-ഉം ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ഒരു സർവ്വസംഹാര താണ്ഡവമാണ് നടക്കുന്നത് പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ ആവട്ടെ ചൈനയുടെ യുദ്ധോപകരണങ്ങളും മിസൈലുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു റഷ്യ ചൈന അന്തരം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ഗുണഭോക്താവ് എന്ന് പറയുന്നത് ഇന്ത്യയാകുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഗൂഗിളിൽ പോലും സെർച്ച് പോയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് റഷ്യയുടെ S-400 മിസൈൽ ആണ്. ഇന്ത്യക്ക് റഷ്യയുടെ അതുപോലെ ഫ്രാൻസിന്റെ ഒക്കെ ഇത്തരം യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ കഴിവുള്ളിടത്ത് അതിന് പോലും ആവതില്ലാത്ത ചൈനയുടെ ലോക്കൽ, നമ്മൾ എന്താ പറയാ, ആക്രി ഡ്യൂക്ലി പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മള് കുട്ടികളൊക്കെ തമാശ രൂപേണ പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ? അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാണ് ഇന്ത്യയോട് അവർ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ബഹുരസം. S-400 മിസൈൽ അല്ല, S-400 പ്രതിരോധ സംവിധാനം. മനസ്സിലായില്ലേ? വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ലോകം ഇതിനകത്ത് ഇപ്പൊ സെർച്ച് നടത്തുന്നു എന്ന് പറഞ്ഞില്ലേ, ലോകം ഉറ്റുനോക്കുന്നതിന് ഒരു കാര്യമുണ്ട്. S-400 പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണെന്ന് റഷ്യ അവകാശപ്പെടുന്ന പ്രതിരോധ സംവിധാനമാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ 2 ദിവസം കൊണ്ട് ചെറിയ അടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ യുദ്ധം പശ്ചിമേഷ്യയിലെ യുദ്ധമാണ്. അവിടെ അയൺ ഡോം സംവിധാനം, അത് പ്രതിരോധ സംവിധാനം, ആ സംവിധാനത്തെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമെന്നും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വേറെ ചില പ്രതിരോധ സംവിധാനങ്ങൾ അന്ന് നമ്മൾ കണ്ടതാണല്ലോ അവിടെ ഫിറ്റ് ചെയ്ത് അയൺ ഡോമിനകത്ത് വന്ന പരാജയത്തിനകത്ത്, അല്ലെങ്കിൽ അന്ന് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന പ്രതിരോധ സംവിധാനമാണ് റഷ്യ കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ. ഒന്ന് ഇന്ത്യ, ഒന്ന് ചൈന, ഒന്ന് നമ്മുടെ എനിക്കൊന്ന് സിറിയ, വേറെ 4 രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചൈന എടുത്തു പറഞ്ഞത് യുദ്ധത്തിന് മുമ്പ് ചൈന അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്തെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ചർച്ച നടന്നു എന്ന് കണ്ടപ്പോൾ റഷ്യ വിളിച്ചു പറഞ്ഞു, പ്രതിരോധ സംവിധാനത്തിനകത്തെ നേട്ടങ്ങളും കോട്ടങ്ങൾ എപ്പോഴും ഉണ്ടാവാം, ഏതൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിനെ മറികടക്കാൻ പറ്റും എന്നുള്ളത്. ഇത് ഏതെങ്കിലും രീതിയിൽ ശത്രു രാജ്യത്തിന് അല്ലെങ്കിൽ അതില്ലാത്ത രാജ്യത്തിന്റെ കയ്യിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഞങ്ങളുടെ ടെക്നീഷ്യൻസിനെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ട സമയത്ത് വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത നമ്മളും ചെയ്താണ്, അങ്ങനെ വാർത്തയും വന്നതാണ്. ഇപ്പം ഇതിനകത്ത് S-42, അതായത് സുദർശാൻ എന്ന് പറയുന്ന മിസൈലാണ് ഇന്നലെ ഇപ്പൊ പാകിസ്ഥാനെ 2ാം ഘട്ടത്തിൽ ചാമ്പലാക്കിയിരിക്കും. ശരിക്കും അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഏതാണ്ട് വീണ്ടും ഒരു 10 സ്പോട്ട് ചെയ്ത് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്. ലാഹോർ വിമാനത്താവളം ഉൾപ്പെടെ റാവൽപിണ്ടി ഉൾപ്പെടെയുള്ളിടത്ത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആക്രമിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. നമ്മളുടെ രാജ്യത്ത് കടന്നു കയറി നമ്മളുടെ സിവിലിയൻസിനെ കൊന്നതിന് തിരിച്ചടിയായിട്ട് ഭീകരന്മാരെ തിരഞ്ഞു പിടിച്ച് കൊല്ലും എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ഭീകര ക്യാമ്പുകൾ സ്പോട്ട് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. എല്ലാ യുദ്ധ നിയമങ്ങളും പാലിച്ചാണ്. അതിർത്തി നമ്മൾ കടന്നിട്ടില്ല, നമ്മളുടെ അതിർത്തിയിൽ നിന്നാണ് ഇതെല്ലാം ചെയ്ത്. അതിനുശേഷം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അവരുടെ വ്യോമസേന അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളോ മറ്റ് പ്രധാനപ്പെട്ട സ്പോട്ടുകളോ രാജ്യത്തിന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളോ ഒന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഇനിയും ഉണ്ടായാൽ തിരിച്ചടിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾക്കിപ്പോ കൃത്യമായ ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ നിന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാം. നമുക്ക് ഊഹാപോഹങ്ങൾ കൊടുക്കരുത് എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയാവുന്നത് നമ്മൾ ഗോപ്യമായിട്ട് പിടിച്ചു വെച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളാണ് ലാഹോറിൽ ആക്രമിച്ചത്, ഞങ്ങളുടെ ഡ്രോൺ സംവിധാനം, മിസൈൽ സംവിധാനമാണ് ഇപ്പം അവിടെ തിരിച്ചാക്രമിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഉൾപ്പെടെ ഗുജറാത്ത് ഉൾപ്പെടെ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള 15 സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോണുകളും അല്ലെങ്കിൽ മിസൈലുകളും വന്നിരുന്നു. അത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് മൂലം അവരുടെ ബോർഡറിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ അതിന് തിരിച്ചടി എന്നോളമാണ് ഇപ്പൊ തിരിച്ചടിച്ചിരിക്കുന്നത്. ഈ ലാഹോർ വിമാനത്താവളത്തിൽ ഉള്ള പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തകർത്തിട്ടുണ്ട്. ഇന്ന് പാകിസ്ഥാനിൽ നടന്നുകൊണ്ട് റാവൽപിണ്ടിയിൽ, ലാഹോറിലും അല്ലെങ്കിൽ 10-15 സ്ഥലത്തും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. നമ്മൾ അവിടെ ഡ്രോണുകൾ ഉപയോഗിച്ചും അല്ലെങ്കിൽ S-422 സുദർശൻ എന്ന് പറയുന്ന മിസൈൽ, അതായത് റഷ്യയുടെ മിസൈലാണ് നീതു ആദ്യം പറഞ്ഞത്, ആ മിസൈൽ ഉപയോഗിച്ചുമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിനെ പ്രതിരോധിക്കാനോ ഈ ആക്രമണം
ത്തിന് വേണ്ടി ഈ ഡ്രോണുകൾ എത്തുന്നു അല്ലെങ്കിൽ മിസൈലുകൾ എത്തുന്നു എന്ന് കണ്ടെത്താൻ പോലും ഉള്ള റഡാർ സംവിധാനവും പ്രതിരോധ സംവിധാനവും ഒന്നും അല്ലെങ്കിൽ പാകിസ്ഥാന് വർക്കൗട്ട് ആക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ആ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം അതിജീവിച്ച് ഏത് സ്ഥലത്തും ഏത് തന്ത്രപ്രധാനമായ സ്ഥലത്തും പ്രധാനപ്പെട്ട സ്ഥലത്തും ഈ പറയുന്ന പാകിസ്ഥാനിൽ കയറി ആക്രമിക്കാൻ ശേഷിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് രണ്ടാമത്തെ ആക്രമണം. അതായത് സിന്ദൂർ ഓപ്പറേഷൻ വേണ്ടി വന്നാൽ തുടരുമെന്ന് പ്രധാനമന്ത്രിയും നമ്മളുടെ സേനാ സംവിധാനവും ഒക്കെ പറഞ്ഞെടുത്ത് വീണ്ടും അത് തുടർന്നിരിക്കുകയാണ്. ഏതർത്ഥത്തിൽ ഇങ്ങേയറ്റം വരെ പോകും എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ വ്യക്തതയില്ല. ഏതായാലും ഈ പറയുന്ന ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പല മേഖലയിലും ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ആഭ്യന്തര യുദ്ധം അവിടെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ പല ഇന്നത്തെ വാർത്ത അനുസരിച്ച് വിമാനം വെടിവെച്ചിട്ടു, ട്രക്കുകൾ ചാമ്പലാക്കുന്ന ഒരവസ്ഥ. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിനെ നിഷ്ഠൂരം നേരത്തെ നടത്തിയതിനപ്പുറം കൊല്ലുന്നതിനും അല്ലെങ്കിൽ പാകിസ്ഥാന് ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തോളം ആന്തരികമായിട്ടുള്ള യുദ്ധവും പാകിസ്ഥാനിൽ നടക്കുകയാണ്. പാകിസ്ഥാൻ മൊത്തത്തിൽ ഈ പാനിക്കായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ പോലും എന്ത് ചെയ്യണമെന്നും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ആ രാജ്യത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായ അവലോകനം പോലും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാനകത്ത് പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ലോകത്ത് ഇപ്പം ഈ പറഞ്ഞതുപോലെ S-400 എന്താണ്, അതിന്റെ ഗുണം എന്താണ്, അതിന്റെ സംവിധാനം എന്താണ് എന്നുള്ള രീതിയിലേക്ക് തിരയുമ്പോൾ S-400ഉം S-42ഉം അതായത് റഷ്യയുടെ യുദ്ധ കോപ്പുകൾ ആണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ ഈ വിജയം റഷ്യയുടെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അവരുടെ യുദ്ധക്കോപ്പുകൾക്ക് ഇന്നതൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ സൈനിക പ്രതിരോധ സംവിധാനത്തിന് രാജ്യത്തെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിളിച്ചു പറയൽ കൂടിയാണ് ഒരുപക്ഷെ പാകിസ്ഥാനെ ഇന്ത്യ സിന്ദൂർ എന്നുള്ള ആക്രമണത്തിൽ കൂടി കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ചൈന എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ എന്തിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. നമുക്കറിയാലോ, ഈ കൊറോണ സമയത്ത് അവരുടെ മെഡിസിനെ പറ്റി പറഞ്ഞു, അവസാനം ആ മെഡിസിൻ കുത്തിവെച്ചവർക്കെല്ലാം അസുഖം വന്ന് മരിക്കുന്ന ഒരവസ്ഥ. അവസാനം പരിശോധിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള മെഡിസിനും അല്ലെങ്കിൽ ഈ മോശമായിട്ടുള്ള മെഡിസിൻ ലോകം മൊത്തം വിതരണം ചെയ്ത് കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കി. അതേപോലെ തന്നെ അവരുടെ പ്രതിരോധ സംവിധാനവും അവരുടെ ആയുധങ്ങളും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കയ്യിലുള്ളതും ഇപ്പൊ ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. ഉപയോഗിച്ചതെല്ലാം വിശ്വസിച്ച് കൊണ്ടുവന്ന മിസൈലും അല്ലെങ്കിൽ വിമാനങ്ങളും അല്ലെങ്കിൽ ഡ്രോണുകളും ഒക്കെ ഒരു വിശ്വാസ്യതയും ഇല്ലാതെ തകർന്നു പോകുന്നതും അല്ലെങ്കിൽ ശത്രുരാജ്യത്തിന്, അതായത് ഇന്ത്യക്ക് തകർത്ത് കളയാൻ പറ്റുന്നതുമാണെന്ന് ഈ 2 ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കകത്ത് യാതൊരു കാര്യവുമില്ല. ആ പ്രതിരോധ സംവിധാനത്തിനകത്ത് അതിന്റെ പ്രവർത്തനം യാതൊരു പ്രതിരോധവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണം. അത് ആദ്യത്തേതായാലും ഇപ്പൊ രണ്ടാമത് നടത്തിയ ആക്രമണം, ഇപ്പൊ സ്ഥിരീകരിച്ച ആക്രമണം, ലാഹോർ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ റാവൽപിണ്ടി ഉൾപ്പെടെ 15 ബോംബ് ചെയ്ത സംഭവം, ഏത് പ്രദേശത്തും കടന്ന് ചെന്ന് കയറി ബോംബ് ചെയ്യാൻ പറ്റുന്ന സംഭവം. അതായത് പ്രതിരോധ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, അത് ചൈനയുടെ ഭാഗമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ആ പ്രതിരോധ സംവിധാനം ഒന്നും ഇന്ത്യക്ക് ഒരു പ്രശ്നമല്ല. ഇന്ത്യയുടെ സംവിധാനങ്ങൾ അതിനപ്പുറം വലിപ്പത്തിലുള്ളതാണ്. ഈ പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കാൻ പറ്റുന്ന മിസൈലുകൾ നമ്മുടെ ഉണ്ട്, ഡ്രോണുകൾ നമ്മളുണ്ട്, അല്ലെങ്കിൽ വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അതായത് റഷ്യക്ക് വലിയ ഒരു പൊൻതൂവൽ, അതുപോലെ തന്നെ ചൈന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചൈനയുടെ ആയുധങ്ങൾ വിശ്വസിക്കരുത്, ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വിശ്വസിക്കരുത്, യാതൊരു കാരണവശാലും ആരും ഉപയോഗിക്കരുതെന്ന് വിളിച്ചു പറയുന്ന ഒരു യുദ്ധം കൂടി ആയിട്ട് മാറുന്നു ഈ പറയുന്ന സിന്ധു ഓപ്പറേഷൻ ഇന്ത്യയുടെ എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് വിടുവാങ്ങുന്നത്. ഏതായാലും ഇന്ത്യ വളരെ വലിയ വലിപ്പത്തിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ, ഇനിയും ഉള്ള ഓപ്പറേഷനുകൾ നമ്മൾക്ക് വന്നതിന് ശേഷമേ പറയാനൊക്കത്തുള്ളൂ, വലിയ വിജയത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ചാമ്പലായി വിറങ്ങലിച്ച് നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾക്കിപ്പോൾ കാണുവാൻ സാധിക്കും.